ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ നമുക്കിന്ന് ക്യാരറ്റ് ഹൽവ തയ്യാറാക്കിയെടുക്കാം. അത് നല്ല സൂപ്പറായിട്ട് നല്ല പ്രസവരക്ഷാ മരുന്നായിട്ടാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ 1 കിലോ ക്യാരറ്റ്, 1/4 കിലോ പച്ചമഞ്ഞൾ, 1/2 കിലോ ആപ്പിള്, ഒരു വലിയ നേന്ത്രപ്പഴം, 3/4 കിലോ ഈത്തപ്പഴം കുരുകളഞ്ഞത്, 1/2 കിലോ ബദാം, 1/2 കിലോ അണ്ടിപ്പരിപ്പ്, 1/4 കിലോ കപ്പലണ്ടി. ഇനി നമുക്ക് ക്യാരറ്റും മഞ്ഞളും ആപ്പിളും കൂടെ നന്നായി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. നമുക്കിതൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുക്കറിലാവുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് ക്യാരറ്റ് നന്നായി വെന്തുടഞ്ഞ് വരുമ്പോൾ തന്നെ ക്യാരറ്റിൽ നിന്നുള്ള വെള്ളം കൂടെ ഇതിലുണ്ടാവും. അപ്പോൾ ഒരുപാട് വെള്ളമായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അടുപ്പിലാണെങ്കിലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഈത്തപ്പഴം കുരുക്കെ കളഞ്ഞ് അതും കൂടെ ഈ വെന്ത് വന്നിട്ടുള്ള നമ്മുടെ ക്യാരറ്റിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 വിസിൽ കൂടെ വന്നപ്പോൾ നമ്മുടെ ഈത്തപ്പഴം കൂടെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറാൻ വേണ്ടി ഒരു തളികയിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സമയം കറണ്ട് പോയതുകൊണ്ട് തന്നെ ആ ഭാഗം കുറച്ച് മിസ്സായി പോയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 തേങ്ങയുടെ പാല്, വലിയ തേങ്ങയാണെങ്കിൽ, ചെറിയ തേങ്ങയാണെങ്കിൽ 4-5 തേങ്ങ എടുക്കാം കേട്ടോ. ഇനി ഇതൊരു പാനിലോ അതല്ലെങ്കിൽ ഉരുളിയിലോ ഇട്ട് ഇതിലെ വെള്ളത്തിൻ്റെ അംശം വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് ചെറിയ തീയിൽ ഇങ്ങനെ ഇളക്കിയെടുത്തുകൊണ്ടിരിക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഒരു വലിയ നേന്ത്രപ്പഴവും അണ്ടിപ്പരിപ്പ്, ബദാം, കപ്പലണ്ടി ഇത് 3ഉം കൂടെ ചേർത്ത് പഴത്തിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തത് ഈ വറ്റി വരുന്ന നമ്മുടെ ക്യാരറ്റ് മഞ്ഞൾ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി പൊട്ടി വരും. അതുകൊണ്ട് തന്നെ നമുക്കൊരു വലിയ തളികപാത്രം കൊണ്ട് ചെറുതായി ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് അടിക്ക് പിടിക്കാതിരിക്കാൻ ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശങ്ങളെല്ലാം വറ്റി വരുന്നത് വരെ നമുക്കിത് പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരിക്കും. അതില്ലാതിരിക്കാൻ നമ്മൾ മൂടി വെക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ വിട്ട് വന്ന ശേഷം, അതായത് വറ്റി വന്ന ശേഷം ഇതിൻ്റെ പൊട്ടിത്തെറിയെല്ലാം നിന്നിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഏകദേശം നമുക്കൊരു ഹലുവ പരുവമാവുമ്പോൾ നമുക്കിതിനൊന്ന് ഇറക്കി വെക്കാം. അപ്പോൾ കൈ വെക്കാതെ തന്നെ ഇളക്കിയെടുക്കാം. ഇത് നല്ലൊരു മരുന്നാണ്, പ്രസവരക്ഷാ മരുന്നായിട്ടും അതുപോലെ തന്നെ സാധാരണഗതിയിൽ സ്കിന്നിന് ചൊറിച്ചിൽ അങ്ങനെ വല്ല അലർജികൾ അതൊക്കെ ഉള്ളവർക്കാണെങ്കിലും വണ്ണം വെക്കാനായിട്ടായാലും ഈ ഒരു മരുന്ന് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിറം വെക്കാനും എല്ലാം നമുക്ക് ഈ ഒരു ക്യാരറ്റ് ഹൽവ നമുക്ക് ഉപകാരമാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടാറാൻ വേണ്ടി വെക്കുമ്പോൾ ഞാനൊരു സൈഡിൽ ഒരു തുണി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇത് കയറ്റി വെച്ചപ്പോൾ ഒന്ന് ചെരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അതിലുള്ള എണ്ണകളൊക്കെ ഒരു സൈഡിലോട്ട് മാറി വന്നു. ഇപ്പോൾ നമ്മുടെ മരുന്നിൽ ഒട്ടും എണ്ണയില്ല കേട്ടോ. ഇനി നമുക്കിത് കുപ്പിയിലാക്കിയിട്ട് നമുക്ക് 2-3 മാസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. 4-5 ദിവസം വരെ പുറത്തും സൂക്ഷിക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ നല്ലൊരു വീഡിയോയുമായി വരുന്നതിലേക്കും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.